തുളുജാരി, സന്ധ്യമ്മ, മോനിഷേച്ചി, ഇവിടെ സംസാരിച്ചെല്ലാവരും, വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ആത്മബന്ധുക്കൾ. അപ്പം ഞാൻ ശരിക്കും കോഴിക്കോട് നിന്നാണ്. അപ്പം ഈ കഴിഞ്ഞ വെനസ്ഡേ നമ്മളവിടെ വന്ന് നിൽക്കുകയുണ്ടായി. ഇന്നലെ അടുത്ത അനുഭവം പറയുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും പറയുമെന്ന്, പക്ഷെ ഞാൻ പ്രിപ്പയർഡായിട്ടൊന്നല്ല വന്നത്. പക്ഷെ ഇപ്പം ഇന്ന് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം കോഴിക്കോടായിരുന്നു അത് സ്വാമി, മന്ദിരത്തിൽ സ്വാമി ആദ്യം അവിടെയായിരുന്നല്ലോ. സ്വാമി എപ്പോഴും നമ്മളടുത്ത് ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ നിങ്ങളടുത്ത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരടുത്തും എൻ്റെ ഗുരു ആരാണ്, അതായത് എൻ്റെ ഗുരുവിനെ പറ്റി പറയാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയുന്നത്, അതായത് എൻ്റെ ഇങ്ങനെ ചോദിച്ചാൽ നീ എന്ത് പറയുന്നതായിരുന്നു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഗുരുവിനെ പറ്റി നീ എന്താ പറയാം, എൻ്റെ ഗുരു ആരാണെന്ന് വെച്ചാൽ എന്താ പറയാം. അപ്പം അന്ന് എനിക്ക് അന്ന് കൊടുക്കാനൊരു ക്ലിയറും കട്ടായിട്ടൊരു ആൻസർ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും എന്ത് പറയപ്പോൾ അല്ല, ഇപ്പം പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു ത്രികാലജ്ഞാനനാണ്, ഗുരുവിനെ എല്ലാം അറിയാം, എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും ശരിയില്ല. ഇപ്പൊ അതാകുമ്പോൾ ആരും വിട്ടുപോകും. അങ്ങനെ എൻ്റെ ഭയങ്കര കഥയൊക്കെ ഇപ്പോൾ ഒരു ബ്രഹ്മാണെന്നുള്ള ആർക്കും മൈൻഡ് ചെയ്യാൻ പോകില്ല. പക്ഷെ അപ്പം ഈ അടുത്ത് എനിക്ക് തോന്നിയ സംഭവം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ, പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് അതിനൊരുത്തരുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുക എന്ന് വിചാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോൾ എന്നെ ആരാണോ ഉണർത്തുന്നത്, എൻ്റെ പൊതുവെ ഞാനെന്നൊരാളെന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ അടിച്ചാലും വെള്ളം കോരി ഒഴിച്ചാലും എന്ത് സംഭവിച്ചാലും എണീക്കില്ല. വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിൽ കിടന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ രാവിലെ എണീക്കാൻ എനിക്ക് പറ്റാത്തില്ല, ഞാൻ ഒരിക്കലും ചെയ്തൊരു സംഭവം. പക്ഷെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എണീക്കാൻ തുടങ്ങിയിട്ട് അപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്നെ അറിഞ്ഞ് അങ്ങനെ എണീറ്റ് പോകുന്നതാണ്. അപ്പോൾ എന്നെ രാവിലെ ആരാണ് ഉണർത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉറങ്ങുന്ന ടൈമിലായിരുന്നു എനിക്കെന്നെ ഇപ്പം പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ ഞാൻ ഫസ്റ്റ് ആരാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ഞാൻ ഫസ്റ്റ് ആരത്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഒരാൾ പറയുന്നുണ്ട്, പക്ഷേ അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടിപ്പോകുന്നത് കരഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് അത് ആരത്താണോ പറഞ്ഞത്, ആരത്താണോ ഞാൻ എന്നെ സമർപ്പിക്കുന്നത്, അതാണ് എനിക്ക് എന്തുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ആരാണ് ഉണ്ടാകുന്നത്, എന്നെ ഉറക്കുന്നത് ആരാണോ, മെടി കിടന്നാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നത്, അതാണ് എനിക്ക് എൻ്റെ ഒരു. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സന്തോഷമോ സങ്കടമോ ഏത് ചെറിയ തോൽവിയോ വിജയമോ അതൊക്കെ എനിക്ക് തരുന്നതും അതിനൊക്കെ എന്നെ അത് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ ഒരു കഴിവ് തരുന്നത് ആരാണോ, അതാണ് എനിക്ക് എൻ്റെ ഒരു. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ എന്താ പറയുക, എല്ലാവരും പറയും മോള് കർമ്മം ചെയ്യുമ്പോഴേ നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷം, മോള് നല്ല കർമ്മം ചെയ്യണം എന്ന് പറയുന്നത്, നല്ല പാട്ട് പാടുമെന്ന് പറയും. പക്ഷെ ഇതൊക്കെ എൻ്റെ കഴിവ് എന്ന് ഞാൻ പറയുന്നില്ലായിരുന്നു. കാരണം പൊതുവെ പറഞ്ഞാൽ എനിക്കൊരു കഴിവൊന്നുമില്ല. എന്നെ കൊണ്ട് ഇത് ആരാണോ ചെയ്യിക്കുന്നത്, അല്ലെ എന്നിൽ കൂടി ആരാണോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്, അതാണ് എനിക്ക് എൻ്റെ. അപ്പം നമുക്കറിയാം, നമ്മളെപ്പോഴും ഗുരുഗാന്ധിൻ്റെ മീറ്റിങ്ങിലൊക്കെ നമ്മളെപ്പോഴും പറയും ഗുരു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ഗുരു ഇതാണ്, ഗുരു അതാണ്, നമ്മൾ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് കുറേ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം നമ്മൾ ഓരോരുത്തർ റിയലൈസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇപ്പം ഒരാളടുത്ത് നമുക്ക് പറഞ്ഞ് തിരിച്ചൊരു റെസ്പോൺസ് അപ്പം കിട്ടേണ്ടി വരും. ഇപ്പം നമ്മുടെ സാരമില്ല അവരുടെ ചില സമയത്ത്. അപ്പം അത് പറയാൻ ഒരാളെ കിട്ടുകയെന്ന് പറയുന്നത് എന്നുവെച്ചാൽ അതുപോലെ നമ്മൾ മനസ്സിലാക്കി അതിലൊരു റെസ്പോൺസ് തരാൻ പറ്റുന്ന ഒരാളെ കിട്ടാൻ പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വന്നാൽ ഇത് സാരമില്ല മോളെ, ഇന്നപോലെ നീ ചെയ്യും, അല്ലെ ഇന്നപോലെ ശരിയാവും എന്നൊരാൾ നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ചെറിയ സംഭവം നമ്മൾ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിചാരിച്ച് പോകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് തരുന്നത് ഇവരിൽ കൂടെയൊക്കെ നമുക്കൊരു സാന്ത്വനം തരുന്നതോ ഒരു സന്തോഷം തരുന്നതോ നമ്മളെ സമാധാനിപ്പിക്കുന്നതോ ഇവരാരുമല്ല. ശരിക്കും അത് ഗുരു തന്നെയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ നീ വിഷമിക്കല്ലേ, ഇന്ന പോലെ ശരിയാവും എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ എനിക്ക് കുറേ കോഴിക്കോട് പോയി ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് അനുഭവം ഒന്നും പറയാൻ പാടില്ല, ഇവിടുത്തെ ഓരോരുത്തർ അനുഭവിച്ചിട്ടൊന്നും ഒന്നും എനിക്കില്ല. പക്ഷെ
ചെറിയ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കെന്ന് വെച്ചാൽ ഞാനൊരു സാധനം കളഞ്ഞുപോയി. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സാധനം കളഞ്ഞുപോയി. ഭയങ്കര വില പിടിച്ച ആവശ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമായിരുന്നു. അപ്പം എൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണ് അത് പോയത്. ഞാൻ പറഞ്ഞു അയ്യോ ഇത് കളഞ്ഞു പോയല്ലോ, ആശ്രമം മുഴുവൻ തന്നെ എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഗുരുവേ ഇത് ശരിയല്ല, എനിക്ക് സംഭവം കിട്ടണം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കുറേ ഞാനിങ്ങനെ പറയും ഗുരുവേ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ഇത് പറഞ്ഞു കഴിഞ്ഞ് സെക്കൻഡ്സ് വിത്തിൻ ഒരു 30 സെക്കൻഡിനുള്ളിൽ എനിക്ക് സാധനം കിട്ടി. എന്താണെന്ന് പറയില്ല. എൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെയുള്ളതെന്ന് തോന്നുന്നു അവിടെ പോയി നോക്കി സാധനം കിട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ സൂക്ഷിച്ചോളാം, അപ്പോൾ അത് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞപ്പോൾ കൈ കിട്ടി. അതായത് എന്ത് ചെറിയ സംഭവം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഗുരു ഉണ്ട് എന്നുള്ള ഒരു തെളിവാണിത്. എന്താ പറയുക, ഇത് എനിക്കറിയാം എൻ്റെ മാത്രം അനുഭവമല്ല, ഇവിടെ വന്ന ഓരോരുത്തരുടെ അനുഭവമാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും വരുന്ന നമ്മളിപ്പം ആശ്രമത്തിൽ വരുന്നതെന്ന് വെച്ചാൽ വരാത്ത കുറേ ആൾക്കാരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഓരോരുത്തരും വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഗുരുവിൻ്റെ സ്നേഹം അനുഭവിച്ച ആൾക്കാരാണ്. അല്ലെങ്കിൽ ഗുരു എന്തെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ ഗുരുവിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ചെറിയ വിഷമമുണ്ടായത് ഗുരു സോൾവ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു അനുഭവമുള്ള അല്ലെങ്കിൽ ഗുരുവായിട്ട് ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഇവിടെ ആശ്രമത്തിൽ വരില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വരുന്നത് നമ്മുടെ കിട്ടിയ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ളതും ഗുരുവിൻ്റെ അടുത്ത് വരാൻ പറ്റിയതും നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഇവിടെ നിന്ന് ഒരു ആരാധന കൂടുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ പ്രാർത്ഥനാലയത്തിൽ ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഇത്രയും ഭാഗ്യം നമുക്ക് തന്നതിന് നമ്മൾ ഗുരുവിനെ തിരിച്ചു കൊടുക്കണ്ടേ. ഗുരുവിന് തിരിച്ചു കൊടുക്കാൻ എന്താ പറ്റുക? നമ്മുടെ കയ്യിലാണെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, നമ്മളൊന്നുമില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് നിന്നില്ല. ഗുരു എന്താ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ അത്രത്തോളം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ചെറിയൊരു എഫേർട്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുക. അപ്പം പിന്നെന്താ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ പറഞ്ഞല്ലോ, അഹം എന്നുള്ളൊരു ഭാവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകും. നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്ന ഫസ്റ്റ് സൺഡേ കർമ്മം ചെയ്യും, ഗുരുവിനുള്ള പോകണേ തൊട്ട് ആശ്രമം മൊത്തം വൃത്തിയാക്കും. അപ്പം ഇതിനെന്താണെന്ന് വെച്ചാൽ എനിക്കും ഉണ്ടാവാറുണ്ട്, അപ്പം ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് എന്നെ കൂടി ഇപ്പം ഞാൻ എടുത്തുനിന്ന് സംസാരിക്കുന്നതോ അതോ നിങ്ങളടുത്ത് ഇടപെടുന്നതോ കർമ്മം ചെയ്യുന്നതോ എൻ്റെ കഴിവിനെ കൊണ്ടല്ല, അല്ല എന്നെ കൂടി ഗുരുവാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരും എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്നിൽ കൂടി എൻ്റെ ത്രൂ വർക്ക് ചെയ്യുന്നത് ഗുരുവാണ്. ഇങ്ങനൊരു കാര്യം നമുക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു തോന്നിയാൽ നമ്മളിപ്പോൾ ആലോചിച്ചാൽ അയ്യോ ഞാനല്ല, ഗുരു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ് എന്നാലോചിച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ എന്താ പറയുക, അഹങ്കാരം എന്നൊരു കാര്യം നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാമ്പിൽ സ്വാമി പറഞ്ഞൊരു കാര്യമാണ്, ഈ ആശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ ശരീരമാണ്. ഇവിടുന്ന് നമ്മൾ എന്തൊരു ചെറിയ കർമ്മം ചെയ്താലും അതൊരു ചെറിയൊരു എടുത്ത് മാറ്റുന്നതാണെങ്കിലും അത് നമ്മുടെ ഗുരുവിൻ്റെ ദേഹത്ത് നിന്ന് മാറ്റണം. അതായത് നമ്മളിവിടെ എന്തൊരു ചെറിയ കാര്യം ചെയ്താലും, നമ്മളൊരു ചെടിക്ക് ഇച്ചിരി വെള്ളം കൊടുത്താലോ അതൊരു ചെറിയൊരു പൂ പറിച്ചാലോ, ഇതൊക്കെ നമ്മൾ ഗുരുവിൻ്റെ ദേഹത്താണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗുരുവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അത്രത്തോളം എന്താ പറയുക പ്രാർത്ഥിച്ച് അത് ഗുരുവിൻ്റെ ദേഹത്താണ്. അതായത് ഗുരു നമ്മളടുത്ത് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുരു നമ്മളടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് അത്രയും പെർഫെക്ഷനിൽ നമ്മൾ ചെയ്യും. അത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ആ ഒരു തോട്ട്, ആ ഒരു പേരുള്ളപ്പോൾ നമ്മൾ അത്രയും കറക്റ്റായിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ ഗുരുവിനെ അത് അർപ്പിച്ച് ചെയ്യും. അപ്പം എല്ലാവർക്കും എന്താ പറയുക, ഗുരുവിൻ്റെ രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ, എടുക്കാൻ പറ്റട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുവിൻ്റെ ഭാഗം സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട്
കൈ കൊടുക്കാം. സുകൃത പുണ്യങ്ങൾ തൻ സവിതമലി പരിണാമപൂർണ്ണ പ്രകാശമലി എന്നിട്ടും ഇന്ത്യ മഹാഗുരു കണ്ണീരു നെഞ്ചോട് ചേർത്തു വച്ചു അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണത്തിനായി ബ്രഹ്മചാരി സ്തുതിയെ ക്ഷണിക്കുന്നു.